ലെനിൻ ഒരു പുതിയ ആശയം അന്ന് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് അന്ന് ആരും അത് പറഞ്ഞിട്ടില്ല. മുതലാളിത്ത ചിന്തകരും പറഞ്ഞിട്ടില്ല, സോഷ്യലിസ്റ്റ് ചിന്തകരും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സോഷ്യലിസ്റ്റ് സംഭവം വരുമ്പോൾ ഈ പ്രകൃതിയെ കാണേണ്ടത്? അപ്പോൾ ഒരു വലിയ ചർച്ചയിൽ അദ്ദേഹം ആവിഷ്കരിച്ച ഒരു ആശയമാണ് അദ്ദേഹം കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തത്. ഒന്ന്, ഭൂമിയുടെ വലിയൊരു ഭാഗം അതിന്റെ സ്വാഭാവിക പരിവർത്തനത്തിനും ഗവേഷണത്തിനും വേണ്ടി മനുഷ്യ സ്പർശമില്ലാതെ മാറ്റിയിടണം, തൊടാനേ പാടില്ല എന്ന്. കമ്മ്യൂണിസ്റ്റത്തെ പറ്റി നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ധാരണയെല്ലാം ഇവിടെ തകർന്നു പോകും. നമ്മളിതിനെല്ലാം ഇങ്ങനെ പ്രൊഡക്റ്റീവിസം എന്ന് പറയാം, ഇങ്ങനെ ഊറ്റി 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 ഉണ്ടാക്കുക, അതാണ് വ്യവസായ വികസനം. നമുക്ക് ഓർമ്മയില്ലേ, ബംഗാളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ എല്ലാം മുഴങ്ങുന്ന പ്രസംഗങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. ഐ എം എ മാർക്സിസ്റ്റ്, ഐ സ്റ്റാൻഡ് ഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ. മാർക്സിസ്റ്റ് ആണ്, ഞാൻ വ്യവസായവൽക്കരണത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്, അതാണ് മാർക്സിസം, അതിൽ വിട്ടുവീഴ്ചയില്ല. പക്ഷേ അത് ശുദ്ധ വിവരക്കേടായിരുന്നു എന്ന് നമുക്കറിയാം. ലെനിൻ പറഞ്ഞു, കൃത്യമായി പറഞ്ഞു, പ്രകൃതിയുടെ സ്വാഭാവിക പരിണാമത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് മനുഷ്യസ്പർശമില്ലാതെ ഭൂമിയുടെ വലിയൊരു ഭാഗം മാറ്റിവെക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്, ചരിത്രപരമായ. അങ്ങനെയാണ് ഈ ഒരു ഭാഗം ബയോസ്ഫിയർ റിസർവ് എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്ന ആശയം തന്നെ അവിടെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. റഷ്യയിലാണ് അതെല്ലാം തുടങ്ങി വെക്കുന്നത്. തൊടാൻ പാടില്ല. അകത്ത് കയറുന്നെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാ? പഠിക്കാൻ വേണ്ടി, റിസർച്ചിന് വേണ്ടി പോകണം. അല്ലാതെ അവിടുത്തെ വിഭവങ്ങൾ എടുത്ത് പുറത്തു കൊണ്ടുപോയി വിൽക്കാനും അങ്ങനെ പൈസ ഉണ്ടാക്കാനും അതല്ലെങ്കിൽ ഖനനത്തിനും ഒന്നും വേണ്ടി ഒരുത്തിനും അതിനകത്ത് കയറാൻ പാടില്ല. അങ്ങനെയാണ് ഇന്ന് ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ ബയോസ്ഫിയർ റിസർവുകൾ ഉണ്ട്. ഇത്ര നമ്മൾ പറയുന്ന അത്രയും ഗംഭീരമായിട്ടല്ലെങ്കിലും അത് ഒരാളെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം.